സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ 1 രൂപയ്ക്ക് പോലും സ്വർണം വാങ്ങാമെന്ന വാർത്ത ആഭരണ പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് യഥാർത്ഥമായി നാം കടയിൽ പോയി വാങ്ങുന്ന സ്വർണം പോലെയല്ല. ആർക്കും അവരുടെ ബജറ്റ് അനുസരിച്ച് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുകയും ചെയ്യാം. ലളിതമായി പറഞ്ഞാൽ ഫിസിക്കൽ ഗോൾഡിന്റെ ഡിജിറ്റൽ പതിപ്പിനെയാണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് വിളിക്കുന്നത്. അതിനാൽ 1 രൂപയ്ക്ക് പോലും ഡിജിറ്റൽ സ്വർണം വാങ്ങാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഫിസിക്കൽ ഗോൾഡ് നിക്ഷേപിക്കുന്നത് ഉപഭോക്താക്കൾ കുറഞ്ഞത് 1 ഗ്രാം സ്വർണമെങ്കിലും വാങ്ങണം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിൽ നിക്ഷേപിക്കാൻ കഴിയില്ല. അതേസമയം കൂടുതൽ ആളുകൾക്ക് അവരുടെ ബജറ്റ് കണക്കിലെടുത്ത് ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപിക്കാം. 1 ഗ്രാമിന്റെ വളരെ ചെറിയ അംശങ്ങളായാണ് ഡിജിറ്റൽ ഗോൾഡ് വഴി സ്വർണം വാങ്ങുന്നത്. UPI വഴിയുള്ള ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ആണ് ഏറ്റവും അധികമായി നടക്കുന്നതും. ദിവസവും 2 ലക്ഷം രൂപയ്ക്ക് വരെ സ്വർണം വാങ്ങാം. നിക്ഷേപകർക്ക് സ്വർണം നൽകുക, ഉയർന്ന നേട്ടം, പ്രതിസന്ധികൾക്കിടയിലും കുതിച്ചുയരുന്ന വില തുടങ്ങിയവയെല്ലാം ആളുകളെ ഡിജിറ്റൽ ഗോൾഡിലേക്ക് ആകർഷിക്കുന്നത്. പഴം, പച്ചക്കറി, വസ്ത്രങ്ങൾ എന്നിങ്ങനെ എന്തും ഇപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ സ്വർണം വാങ്ങുന്നതും വിൽക്കുന്നതും ഇപ്പോൾ ഓൺലൈനായി തന്നെ ചെയ്യാം. എന്നാൽ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് യഥാർത്ഥമായി നാം കടയിൽ പോയി വാങ്ങുന്ന സ്വർണം പോലെയല്ല. 1 രൂപയ്ക്ക് പോലും ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾക്ക് വാങ്ങാമെന്നതാണ് ഹൈലൈറ്റ്. കടയിൽ പോയി സ്വർണം വാങ്ങുമ്പോൾ കുറഞ്ഞത് 1 ഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങളിലാണ് സ്വർണം വാങ്ങാനാവുക. ആർക്കും അവരുടെ ബജറ്റ് അനുസരിച്ച് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാം. യഥാർത്ഥ സ്വർണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിജിറ്റൽ ഗോൾഡ് കൂടുതൽ സുരക്ഷിതമാണ്. കാരണം യഥാർത്ഥ സ്വർണം വാങ്ങിയാൽ മോഷണ സാധ്യത നിലനിൽക്കുന്നതിനാൽ അത് നിങ്ങൾ ഒരു ബാങ്ക് ലോക്കറിലോ വീട്ടിലോ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ ഗോൾഡ് അതേസമയം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളത് പിന്നീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നതുവരെ വിൽപ്പനക്കാരൻ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. ചില പ്ലാറ്റ്ഫോമുകൾ ഡിജിറ്റൽ ഗോൾഡിനെ ആവശ്യം വരുമ്പോൾ യഥാർത്ഥ സ്വർണമായി വീണ്ടെടുക്കാനും അനുവദിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഗോൾഡ് നിയന്ത്രണ പരിധിയിൽ വരില്ലെന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ തുടങ്ങിയത് ഈ മേഖലയെ അനിശ്ചിതത്വത്തിലാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഡിജിറ്റൽ ഗോൾഡ് നിയന്ത്രണ പരിധിക്ക് കീഴിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജ്വല്ലറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വ്യാപാര സംഘടനകൾ സെബിയെ സമീപിച്ചു.